ഇതിനു മുന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ നമ്മൾ യുഎന്റെ കമ്പനിയിലെ ആ ഒരു കമ്പനീനെ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഓൾറെഡി ഈ ഒരു യുഎയും നമ്മളെ പെണ്ണും ആണെങ്കിൽ കപ്പിളാണെന്നല്ലേ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ അതേ ടൈം ഇവളിങ്ങനെ പൊന്തിച്ച് പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ടാവുമായിരിക്കും. അവന്റെ മുഖത്തും കാണുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ ആ ഒരു സംഭവം നമ്മളെ പെണ്ണിനോട് ഈ ഒരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്നാ പറയേണ്ടതെന്ന് തിരിയാണ്ട് ബബ്ബയാക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മളെ ബോസ് ആണെങ്കിലേ പറയൂ, നമുക്ക് ഇപ്പൊ ഇതിനെ കൊണ്ടൊന്നും സംസാരിക്കേണ്ട, നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയൂ. ബ്രേക്കിന് പുറത്തു പോകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആരോടോ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇത് കാണുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ടെൻഷനായിട്ട് അവനാണെങ്കിൽ പറയും വർക്കിന്റെ ഇടയ്ക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല എന്നൊന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും ഇത് പേഴ്സണൽ കോൾ അല്ല, വർക്കിനുള്ള കോളാണെന്ന് പറയും. അവനാണെങ്കിൽ അവിടുന്ന് ശശിയായിട്ട് പോകുന്നുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു റൂമിൽ പോകുന്ന ടൈം ഒരുത്തനാണെങ്കിൽ ഇതുപോലെ തറ ക്ലീൻ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. നമ്മളാണെങ്കിൽ വിചാരിക്കും ക്ലീനർ ആണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ 2 വർഷമായിട്ട് ഈ ഒരു കമ്പനിയിൽ പണിയെടുക്കുന്ന ഒരുത്തനായിരിക്കും. പക്ഷേ നമ്മളെ മിങ് വരെ ഇപ്പായിരിക്കും ഇവനെ കാണുന്നുണ്ടാവുക. അതിനുള്ള മെയിൻ കാരണം നമ്മളെ സണ്ണായിരിക്കും. ഇവനാണെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ഓരോരോ ഫ്ലേവറിലുള്ള എന്താ പറയുക പോപ്കോൺ ഉണ്ടാക്കിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അതൊന്നും മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മളെ സണ്ണാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. ആ ഒരു കാര്യം നമ്മളെ ചെക്കനോട് പറയുന്ന ടൈം അവനാണെങ്കിൽ അങ്ങനെയാണെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന ടൈം ഈ ഒരു ചെക്കനാണെങ്കിൽ പറയും ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഒരു ഫ്ലേവറിൽ ഇങ്ങനെ പോപ്കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നീ ഒരു ട്രൈ ചെയ്യുമോ ചോദിക്കുക. അപ്പൊ നമ്മളെ ചെക്കനാണെങ്കിൽ ട്രൈ ചെയ്യാന്ന് പറയും. അതേ ടീം ഇവനാണെങ്കിൽ ഫസ്റ്റ് ഇവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കേ. പക്ഷെ ആ തറ ക്ലീൻ ചെയ്ത കൈയായോണ്ട് നമ്മളെ ചെക്കൻ വാങ്ങൂല. എന്നിട്ട് ചെക്കനാണെങ്കിൽ പറയും ഇതിങ്ങനെ ബോട്ടിലില്ല, അതിങ്ങനെ എടുത്തിട്ട് വാങ്ങുന്നെന്ന് പറയൂ. അപ്പൊ അവനാണെങ്കിൽ എന്ത് ചെയ്യും, അത് കൊടുത്തിട്ട് നമ്മളെ മിങ് അത് തിന്നുന്ന ടൈം അവന്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ആ ഒരു പോപ്കോണിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഇവന്റെ പേര് സൂ എന്നായിരിക്കെ. നമുക്ക് ഇവനെ കണ്ണട എന്ന് വിളിക്കേ. നമ്മൾ എല്ലാ സീരീസിലും ഒരു കണ്ണടയെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഈ ഒരു സീരീസിലാണെങ്കിൽ കണ്ണട ഇല്ലാത്തതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു, അതിപ്പോ നമ്മൾ നികത്തിയിരിക്കുന്നു. അപ്പൊ ഇവന്റെ പേര് ഇനി മുതൽ കണ്ണട എന്നായിരിക്കും. അപ്പൊ നമ്മളെ ചെക്കനാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം അതായത് നമ്മൾ പുതിയൊരു ഫ്ലേവറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എന്നുള്ളൊരു സംഭവം എല്ലാവരോടും പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ ചോദിക്കും ഇത്ര പെട്ടെന്ന് ഒരു ടെസ്റ്റും കഴിയാണ്ട് അതെങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറക്കുമെന്ന് ചോദിക്കുന്ന ടൈം ആയിരിക്കും. മിങ്ങാണെങ്കിൽ എന്ത് ചെയ്യുക, ഡോർ തുറന്നിട്ട് നമ്മളെ കണ്ണടേനെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അവനോടാണെങ്കിൽ അവൻ കണ്ടുപിടിച്ച പുതിയ ഫ്ലേവർ ഉണ്ടാവില്ലേ, അതാണെങ്കിൽ എല്ലാവരും മുന്നിലും വെച്ചിട്ട് എല്ലാവരോടും കഴിക്കാൻ പറയുന്നുണ്ടാവുമായിരിക്കും. എല്ലാവരും അത് ട്രൈ ചെയ്യുന്നതൊന്നും നമുക്കിപ്പോ കാണിച്ചു തരുന്നില്ല. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനും പെണ്ണും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നതായിരിക്കും. അവനാണെങ്കിൽ അവളോട് എങ്ങനെയാ നീ പോകുന്നതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ ടാക്സി വിളിച്ചിരുന്ന് പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും വേണ്ട നീ എൻ്റെ കൂടെ വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറയും. മെയിനായിട്ട് ഇവൻ എന്നായിരിക്കും സംസാരിക്കാൻ ഉണ്ടാവുക എന്നാൽ നമുക്കറിയാലോ. ഇവളിലെ ഇപ്പത്തെ ഒരു റിലേഷൻഷിപ്പില്ലേ അതിനെ കൊണ്ടായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും നിനക്കിപ്പോ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിനക്കിങ്ങനെ വർക്കിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല, റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ടൈം നമുക്ക് കുറെ എനർജി കിട്ടുമെന്നൊക്കെ ആയിരിക്കും അവളിങ്ങനെ പറയുന്നുണ്ടാവുക. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും ഇതെപ്പാ സംഭവിച്ചേന്ന് ചോദിക്കൂ. അപ്പൊ അവളാണെങ്കിൽ എന്തെല്ലാം ഉടായി പാക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ ഇവളിങ്ങനെ നമ്മളെ യുഎനെ കൊണ്ട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ. ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും മിങ് നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാനും യുഎം ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈം അവനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവനെ ഒറ്റ ബ്രേക്ക് ഇടലായിരിക്കും. അപ്പൊ അവക്കാണെങ്കിൽ ഇവനിതെന്നപ്പോ പറ്റിയത് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ അവളെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും ഒരാവശ്യവും ഇല്ലാണ്ട്. അവനാണെങ്കിൽ അവളെ വീട്ടിലിറക്കി കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ എപ്പോ ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കൂലേ, അപ്പൊ അയാളാണെങ്കിൽ ഇവളോട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയുന്നതായിരിക്കും എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, പക്ഷെ ആ ഒരു പെണ്ണിനാണെങ്കിൽ വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ എങ്ങനെയായിരിക്കും ആ ഒരു പെണ്ണിനെ വളക്കുമെന്ന് ചോദിക്കും. അതേ ടൈം നമ്മളെ സെന്നാണെങ്കിൽ പറയും നിനക്ക് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ
അവക്ക് ഇങ്ങനെ ശരിക്കും ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് നീ ഫസ്റ്റ് അന്വേഷിക്കുക എന്ന് പറയൂ. എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ചർച്ചകളൊക്കെ കണ്ടിട്ട് എന്നായിരിക്കും തോന്നുന്നുണ്ടാവുക? നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അത് തന്നെ എനിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ കമന്റ് ചെയ്യണേ. പിറ്റേ ദിവസം രാവിലെ തന്നെ അവളാണെങ്കിൽ എന്തോ ഒരു കത്തിക്കരിഞ്ഞ മണം കേട്ടിട്ടായിരിക്കും എണീക്കുന്നുണ്ടാവും. അപ്പൊ അവളാണെങ്കിൽ അമ്മേനോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്നാ അമ്മ ഇങ്ങനെ കത്തിക്കുന്നതാണ്? അമ്മയാണെങ്കിൽ പറയും ഒന്നുമില്ല മോളെ, ഒന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ സാൻഡ്വിച്ച് കണ്ടിട്ട് അത് തിന്നാൻ നോക്കുന്ന ടൈം എന്തോ ഒരു കത്തിയ മണം ഉണ്ടാവും ഒരിക്കൽ. അപ്പൊ അവൾ ഉള്ളു തുറന്ന് നോക്കുന്ന ടൈം വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നോക്കുമ്പോൾ ആ ഒരു മുട്ട ഉണ്ടാവും ഒരിക്കൽ. അത് തലതിരിച്ച് നോക്കുന്ന ടൈം ഫുള്ള് കത്തിക്കരിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. കത്തിക്കരിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും എന്നല്ലല്ലോ പറയാ. അങ്ങനെ എന്തോ സംഭവം, നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അങ്ങനെ ആയിട്ടുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ പറയും, അമ്മ ഇപ്പൊ ഉണ്ടാക്കിയ ഒരു സാൻഡ്വിച്ചില്ലേ ഏകദേശം എന്റെ ലൈഫ് പോലെയാന്ന് പറയും. ആ സംസാരം എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന ടൈം ആയിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ അവക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ പറയും, എനിക്കിപ്പോ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ വെയിറ്റ് ഒന്നും ചെയ്തിട്ട് നിൽക്കാൻ പാടില്ല എന്നൊന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഈ ഒരു ഫയല് തരേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്, അല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിനെല്ലാം പോയിക്കോന്ന് പറയോ. പിന്നെ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. രണ്ടും കൂടിയിട്ട് കാറിൽ പോകുന്ന ടൈം ഒന്നും രണ്ടും പാർട്ടി തച്ച് മരിച്ചോട് നിൽക്കുന്നുണ്ടാവും ഒരിക്കൽ. അങ്ങനെ അവളാണെങ്കിൽ ഓഫീസിൽ പോയതിനു ശേഷം മിങ്ങിന്റെ ഫോട്ടോ ഇതുപോലെ തുറന്ന് വെച്ചിട്ടാണെങ്കിൽ എന്തല്ലോ ആലോചിക്കുന്നതായിരിക്കും. ഇതേ ടൈം ആയിരിക്കും അവിടത്തേക്ക് നമ്മളെ ലേലയും ഇങ്ങും ആണെങ്കിൽ മറ്റേ ഇത് കാണുന്നുണ്ടാവുക. അവരെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവരാണെങ്കിൽ ചോദിക്കും, എന്നാണ് നിനക്കിങ്ങനെ മിങ്ങിനോട് ഇഷ്ടമുണ്ടോ? അപ്പൊ യുഎന്റെ കാര്യം എങ്ങനെയാ? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഒരിക്കൽ. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതിനൊന്നും കമ്മാന്നുള്ളൊരു മറുപടി കൊടുക്കുന്നുണ്ടാവില്ല. ഇവിടെ നടക്കുന്ന ടീം നമ്മൾ എന്നാ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണാണെങ്കിൽ നമ്മൾ ലിന്നിനെ ഇതുപോലൊരു റൂമിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ പറയും, നീ എന്തുകൊണ്ടാണ് പുതിയ ഫ്ലേവറിന്റെ ലോഞ്ച് ഇങ്ങനെ തടയാണ്ട് നിന്നത് എന്ന് ചോദിക്കേ. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, ഞാൻ എന്തിനാണ് തടയുന്നത്? ആ ഒരു ന്യൂ ഫ്ലേവർ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റും, പിന്നെ എന്നാ കുഴപ്പമൊന്ന് ചോദിക്കൂ. അവനാണെങ്കിൽ പറയും, ഈ ഒരു ന്യൂ ഫ്ലേവർ ആണെങ്കിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ട് അതിലെന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനി ആണെങ്കിൽ ഇപ്പൊ പൂട്ടിക്കെട്ടേണ്ടി വരുമെന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഈ ഒരു കമ്പനിയിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിനക്ക് നല്ലോണം അറിയാം, ഇതുപോലെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കടം കയറിയിട്ട് നമ്മളെ കമ്പനി പൂട്ടേണ്ടി വരും. അതിനെയും കാട്ടിയ ബെറ്റർ ഇതുപോലത്തെ ഒരു ന്യൂ ഫ്ലേവർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഓക്കെ ആകോ ഇല്ല എന്നുള്ള കാര്യം പിന്നെയല്ലേ എന്ന് പറയും. പക്ഷേ സണ്ണിനാണെങ്കിൽ ഇതൊന്നും ഡൈജസ്റ്റ് ആവുന്നുണ്ടാവില്ല. നമ്മളെ ലിന്നാണെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ടൈം അവനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ചെക്കൻ്റെ ബ്രദർ ഇല്ലേ, ബ്രദറിനെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. അവനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ബ്രദർ എന്നാ റിപ്ലൈ കൊടുക്കുന്നതെന്ന് ഇപ്പൊ കാണിക്കുന്നുണ്ടാവില്ല. നമ്മളെ ലിന്നും മിങ്ങും കൂടിയിട്ടാണെങ്കിൽ യുഎനെ കാണാൻ പോകുന്നതായിരിക്കും. നമ്മളെ മിങ്ങിനാണെങ്കിൽ യുഎനെ കാണുമ്പോൾ തന്നെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലേ. എന്നിട്ടും അവനാണെങ്കിൽ എല്ലാം കടിച്ചമർത്തിയിട്ടാണെങ്കിൽ നമ്മൾ യുഎനോടാണെങ്കിൽ ചോദിക്കും, നിനക്ക് ഇങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം യു ആണെങ്കിൽ പറയും, എന്ത് ഗേൾ ഫ്രണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ ലിന്നാണെങ്കിൽ പറയും, ഗേൾ ഫ്രണ്ട് ആയിരിക്കില്ല, ഗേൾ ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറയൂ. ഇതേ ടൈം ആയിരിക്കും നമ്മളെ മിങ്ങിന്റെ ബ്രദർ ഫോൺ വിളിച്ചിട്ട് അവനാണെങ്കിൽ കോൾ എടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവുക. ബ്രദർ ആണെങ്കിൽ വിളിക്കുന്നത് ആ ഒരു ന്യൂ പോപ്കോൺ ഇല്ലേ അതിനെ കൊണ്ട് അറിയേണ്ടിയിട്ടായിരിക്കും. ഇതേ ടൈം ലിന്നാണെങ്കിൽ യുഎനോട് ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് ചോദിക്കുന്ന ടൈം യു ആണെങ്കിൽ ചോദിക്കും, എന്നാ മോളെ ഇങ്ങനെ ജലസ് ആണോ എന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ പെണ്ണ് വിട്ടു കൊടുക്കൂലല്ലോ, അവൾ എന്ന് പറയുന്നുണ്ടാവും ഒരിക്കൽ. അവൻ പിന്നെയും ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഇവിടത്തോളം വന്നത് കൊണ്ട് അതും കൂടി ചോദിച്ചതാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുതിയ പോപ്കോൺ ആണെങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കമ്പനിയിലത്തെ കുറച്ച് ഹെൽപ്പ് വേണം, നിങ്ങൾ കുറച്ചധികം പരസ്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് കുറെ ഹെൽപ്പ് ആയിരിക്കും എന്നൊക്കെ പറയേ. ഇതേ ടൈം നമ്മളെ മിങ്ങിന്റെ അടുത്താണെങ്കിൽ ബ്രദർ പറയും, അതായത് നമ്മളെ സെന്ന് വന്നത് കൊണ്ടാണ് നമ്മൾ മിങ്ങിന് ഇത്രക്കാലം മാറ്റം, നീ എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം എല്ലാവരോടും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ ഇങ്ങനെയുള്ള 100 കൂട്ടം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈം മിങ്ങാണെങ്കിൽ പറയും, ഈ ഒരു കാര്യം എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഒരു ന്യൂ പോപ്കോണിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് എല്ലാ ഡോക്യുമെന്റും സെൻഡ് ചെയ്ത് തരാമെന്ന് പറയൂ. കോളും കട്ടാക്കിയിട്ട് അവനാണെങ്കിൽ നേരെ വന്നിട്ട് യുഎന്റെ അടുത്താണെങ്കിൽ ചോദിക്കും, എന്തായി വർക്കിന്റെ പ്രോഗ്രസ് എന്ന് ചോദിക്കേ. പ്രോഗ്രസ് എന്ന് ചോദിക്കേ. അതേ ടൈം യു എ ആണെങ്കിൽ പറയും, നിങ്ങൾ രണ്ടാളും ഇന്ന് ഭയങ്കര വേർഡാണല്ലോ, ആരെങ്കിലും എന്നെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിനോ, ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇക്കാര്യം നമ്മളെ ലിന്നാണെങ്കിൽ നമ്മളെ മിങ്ങിനോട് പറയും, നീ ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ, ഞാനാണെങ്കിൽ ഈ യുഎനോട് സംസാരിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറയാമെന്ന് പറയേ. അപ്പൊ നമ്മളെ മിങ്ങാണെങ്കിൽ യുഎനെ നോക്കിയിട്ട്,
ആ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവും നമ്മള് മിങ്ങിന്റെ മനസ്സിൽ എന്നായിരിക്കും എന്ന് നമുക്കറിയാലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഓടിക്കതച്ചിട്ട് വരുന്ന നമ്മളെ ലിന്നിനെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അവളാണെങ്കിൽ നമ്മൾ യുയുടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടാവും, ഒരിക്കൽ അവിടത്തേക്കായിരിക്കും വരുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ 5 മിനിറ്റും 28 സെക്കൻഡും ലേറ്റ് ആണ്, അതുകൊണ്ട് നീ കുറച്ച് ചെറുങ്ങനല്ല കുറച്ച് ഫാസ്റ്റിൽ ഇത് ചെയ്ത് തീർക്കണം എന്ന് പറയേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ടൈമിങ്ങിന് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അത് പറ്റൂല ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ ലിന്നാണെങ്കിൽ ഇവനോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവന്റെ കൂടെ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ അവളെ അവിടെ ഇരിപ്പിച്ചിട്ടാണെങ്കിൽ അവൻ അവന്റെ ഫോട്ടോഷൂട്ടിന് പോകുന്നുണ്ടാവും. ഒരിക്കൽ ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ എന്നാ പറയാ കുറച്ചൊരു നമ്മുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാവില്ല, ആ ഒരു ഇഷ്ടം ചില സമയം മുഖത്ത് കാണുമെന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഒരിക്കൽ ആരും ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്നാണ് ലവ് അറ്റ് ഫസ്റ്റ് ഡേറ്റ് ആയിരിക്കുക. നിങ്ങൾ ഇങ്ങനെ അവനെ നോക്കി നിൽക്കുന്ന ടൈം ലോങ് ആണെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡും എടുത്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. എന്നിട്ട് ലോങ് ആണെങ്കിൽ ഇപ്പം ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാൻഡ്സം ആണ്. അത് മാത്രമല്ല അവനാണെങ്കിൽ അതേഴ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് അവൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്ന് പറയേ. ഇത് കേൾക്കുന്ന ടൈമിൽ ലിന്നാണെങ്കിൽ പറയും എന്നാൽ പിന്നെ നമ്മളെ കമ്പനിയിൽ നിന്ന് പോയിക്കോ ഒരു കുഴപ്പമില്ല എന്നൊന്ന് പറയുന്ന ടൈമിൽ ലോങ് ആണെങ്കിൽ പറയും വേണ്ട 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 എന്നൊന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടാവും. ലോങ് പോയ പാട് ആണെങ്കിൽ വന്നിട്ട് പറയും ഒരു ഫുഡ് കഴിക്കുമെന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ വർക്കിന് വന്നതാണ്, ഞാൻ ഇങ്ങനെ വർക്കിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോയിക്കോളൂ എന്ന് പറയേ. അതേ ടൈം ചെക്കനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ എബ്രോഡ് നിൽക്കുന്ന ടൈം ഇതുപോലെ ഫുഡ് കഴിക്കാണ്ട് നിന്നിട്ട് ഹെൽത്തിന് കുറെ ഇഷ്യൂസ് ഉണ്ടായിന്ന് പറയും. അതേ ടൈം നമ്മളെ ലിന്നാണെങ്കിൽ പറയും നിനക്കെന്താ എബ്രോഡ് നിൽക്കുന്ന ടൈം നിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ടൈം നമ്മൾ ആണെങ്കിൽ ചോദിക്കൂ നിനക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റുമോ, നിനക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടാവും. ഒരിക്കൽ അതിന് നമ്മളെ ലിന്ന് മറുപടി കൊടുക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ സണ്ണും ആ ഒരു വിസ്റ്റം കമ്പനിയിലത്തെ അയാളും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. അതേ ടൈം സണ്ണാണെങ്കിൽ പറയൂ എത്രയോ കാലമായി നമ്മളിങ്ങനെ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സംഭവം വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നൊന്ന് പറയേ. അപ്പൊ സണ്ണ് എന്തെല്ലോ ഉടായ്പ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എല്ലാവരും നമ്മളെ സെന്നിനൊരു തലവേദനയാണെന്ന് പറയുന്ന പോലെ നമ്മളെ ജൂം ഇങ്ങും കൂടിയിട്ടാണെങ്കിൽ ആ ഒരു ഇല്ലേ അവനെ ആണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ നോക്കുന്നുണ്ടാവും. ഒരിക്കൽ എന്തിനായിരിക്കും നമ്മളെ സെന്നും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അറിയേണ്ടിയിട്ട് നമ്മളെ ജൂൺ ആണെങ്കിൽ അതിങ്ങനെ കാത്തു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതുപോലത്തെ ഒരു ഐഡിയ ആണെങ്കിൽ ഇങ്ങിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഇതെല്ലാം ഇവിടെ നടക്കുന്ന ടൈം നമ്മളെ പെണ്ണും ചെക്കനും ആണെങ്കിൽ ന്യൂ ഫ്ലേവർ ഉണ്ടാവില്ലേ അതിനെക്കുറിച്ച് എന്തെല്ലോ സംസാരിക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ യുടെ പേര് പറയുന്നുണ്ടാവുക. അത് കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കന് ദേഷ്യം പിടിക്കുന്നുണ്ടാവും. ഒരിക്കൽ അങ്ങനെ രണ്ടാളും ആണെങ്കിൽ ഒരു കാരണവും ഇല്ലാണ്ട് എപ്പോ ഉള്ള പോലെ തച്ചു പഠിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും നീ എനിക്ക് ഒരിക്കലും ന്യൂ ഫ്ലേവർ കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും നീ എന്റെ കൂടെ വാന്നെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി അവിടുന്ന് പോകുന്നുണ്ടാവും. അതേ ടൈം ആ ഒരു സണ്ണില്ലേ അവനാണെങ്കിൽ മറ്റു നമ്മളെ കണ്ണടയോട് പറയും നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് പറയേ. അതേ ടൈം കണ്ണടയാണെങ്കിൽ അവന്റെ കൈ തട്ടി തെറിപ്പിച്ചിട്ടാണെങ്കിൽ പറയും ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എന്തെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ മിങ്ങും സെന്നും അങ്ങോട്ടേക്ക് വന്നിട്ട് മിങ്ങാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക നീ ഇതെവിടെയാ പോകുന്നതെന്ന് ചോദിക്കും. അതേ ടൈം സണ്ണാണെങ്കിൽ പറയും ഇവൻ ഭയങ്കര അംബീഷനുള്ള ബോയ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ റിസൈൻ ചെയ്തിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോകാൻ പോകുന്നതെന്ന് പറയും. പറയുന്ന ടൈം നമ്മളെ കണ്ണടയുടെ മുഖത്തിലെ ദേഷ്യം വാശിയെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും അവൻ അവന്റെ മനസ്സിലത്തെ ഇഷ്ടം കൊണ്ട് റിസൈൻ ചെയ്തതല്ല എന്നുള്ള കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പൊ എല്ലാം ന്യൂ ഫ്ലേവർ കണ്ടുപിടിച്ചത് അതിങ്ങനെ പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സണ്ണ് വിചാരിക്കുന്ന പോലെ അവന്റെ രീതിയിൽ കാര്യങ്ങൾ നടക്കൂലായിരിക്കും. അവൻ പറഞ്ഞിട്ടായിരിക്കും ഉറപ്പായിട്ട് ഇവന്റെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അവൻ പറഞ്ഞിട്ടായിരിക്കും ഇവൻ ഇപ്പൊ റിസൈൻ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കാര്യം നമ്മൾ മിങ്ങിന് മനസ്സിൽ കത്തുന്നുണ്ടാവും. കണ്ണടി ആണെങ്കിൽ കരഞ്ഞോണ്ട് പറയും കരഞ്ഞോണ്ട് അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടാണെങ്കിൽ പറയും മിങ് നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത സഹായങ്ങളൊന്നും ഒരിക്കലും മറക്കൂല, നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു പറഞ്ഞിട്ട് അവൻ പോകാൻ നോക്ക്. അപ്പൊ മിങ് ആണെങ്കിൽ ചോദിക്കും നീ എന്തിനിപ്പം പോകുന്നതിന് ചോദിക്കുന്ന ടൈം ആ ഒരു കണ്ണടി ആണെങ്കിൽ സോറി എന്ന് മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ടാവില്ല. മിങ് ആണെങ്കിൽ ഭയങ്കര
ഭയങ്കര ദേഷ്യത്തിൽ വന്നിട്ട് നമ്മൾ സെന്നിനോട് പറയും ഈ ഒരു സണ്ണില്ലേ, സണ്ണിനെ കൊണ്ട് എത്ര എംപ്ലോയീസിന്റെ ലൈഫ് ആണെങ്കിൽ ഇങ്ങനെ സ്പോയില് ചെയ്തിനെന്ന് പറയും. എന്നാ കാരണം വരെ എനിക്ക് അറിയില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. ഇത്ര വലിയ പ്രശ്നം നടക്കുന്നതിന്റെ ഇടക്കും നമ്മളെ ചെക്കനാണെങ്കിൽ യുഎനെ കൊണ്ട് ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടാവില്ലേ, അവളോട് പിന്നെയും ചോദിക്കുന്നുണ്ടാവും ഒരിക്കലും നീ അവനും ശരിക്കും റിലേഷൻഷിപ്പിലുണ്ടോന്ന്. അതേ ടീം അവളാണെങ്കിൽ ചോദിക്കും ഇത് നിനക്ക് ഇങ്ങനെ ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കേ. അതേ ടീം അവനാണെങ്കിൽ പറയും ഇല്ല, ഇത് ഫേക്ക് ആയിട്ടില്ലെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മളെ കോൺട്രാക്ട് ആണെങ്കിൽ വേഗം സൈൻ ചെയ്യിപ്പിച്ചെടുക്കാലോ എന്ന് പറയൂ. ആണ് വേറൊരു വലിയൊരു ട്വിസ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ കാണുന്നത് നമ്മളെ ചെക്കനെയും നമ്മളെ കണ്ണടേനില്ലേ രണ്ടാളും ഒപ്പരായിരിക്കെ. ഇതേ ടൈം സണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കും കണ്ണട നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ ഗുഡ് ബൈ പറയാൻ വന്നതാണോ ചോദിക്കേ. അതേ ടൈം കണ്ണട ആണെങ്കിൽ പറയും അല്ല എന്നെ ഇങ്ങനെ മിങ്ങ വിളിച്ചിട്ട് വന്നതാണെന്ന് പറയുന്ന ടൈം മിങ്ങാണെങ്കിൽ പറയും എനിക്കൊരു അനൗൺസ്മെന്റ് ചെയ്യാനുണ്ട്. ഈ ഒരു സൂ ഇല്ലേ, ഇവന്റെ പേര് സൂ എന്നായിരിക്കുമല്ലോ, സൂ ഇല്ലേ അവനായിരിക്കും ഇനി മുതൽ ഓൺലൈൻ ആയിട്ടുള്ള R&D പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ എന്ന് പറയും. അതായത് ഓഫ്ലൈൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ നമ്മളെ സണ്ണാണെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ളത് നമ്മളെ സൂ ആയിരിക്കെ. അതായത് സണ്ണിന്റെയും സൂന്റെയും പൊസിഷൻ ഇപ്പൊ സെയിം ആയിരിക്കും. എപ്പിടി ഇருக்கு ടെസ്റ്റ് നല്ല ഇരിക്കാ. നമ്മളെ സണ്ണിന്റെ ആണെങ്കിൽ മൊത്തം കിളിയും പോയിട്ടായിരിക്കും ഉണ്ടാവും. അവനാണെങ്കിൽ കാന്ന് പറയണോ പീന്ന് പറയണോ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണുമ്പോൾ ഒരു മനസ്സുഖം, നിങ്ങൾക്കൊരു മനസ്സുഖം ഉണ്ടെങ്കിൽ പറയണേ. അങ്ങനെ നമ്മൾ കാണുന്നത് ഒരു മീറ്റിംഗ് നടക്കുന്ന ടൈം നമ്മൾ യുഎനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നമ്മൾ സെന്നും യുഎയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേ. നമ്മളെ ജൂ ആണെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ. ആ ഒരു ഐഡിയ ആണെങ്കിൽ നമ്മളെ പെണ്ണിന് ഇപ്പം ആയിരിക്കും മനസ്സിലാകുക. അതായത് ഗസ്റ്റിന്റെ ലിസ്റ്റ് നോക്കുന്ന ടൈം അവളാണെങ്കിൽ യുഎന്റെ പേര് കാണുന്നുണ്ടാവും ഒരിക്കൽ. അതേ ടൈം അവളാണെങ്കിൽ ഇങ്ങനോട് ചോദിക്കും എന്ത് യുഎൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അതേ ടൈം ഇങ്ങാണെങ്കിൽ പറയും ഒരു ഗസ്റ്റ് ആണെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ടൈം ജുവാന്ന് പറഞ്ഞത് ഇങ്ങനെ യുഎനെ വിളിക്കുക. അതാകുമ്പോൾ നീയുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു റിക്വസ്റ്റ് ഇങ്ങനെ റെഫ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പെണ്ണിന്റെ കിളി പോകുന്നുണ്ട്. പെണ്ണിന്റെ കിളി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവള് പറഞ്ഞത് മൊത്തം കള്ളമാണെന്നുള്ള കാര്യം. അവളെ മുഖം കാണുന്ന ടൈം ജൂ ആണെങ്കിൽ എന്താ പറയാ കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് സെന്നിനാണെങ്കിൽ മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടാവും. അവളെ പെണ്ണാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അതേ ടൈം ലിന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ എന്തിമാര് ഗസ്റ്റിന്റെ ലിസ്റ്റ് ആണെങ്കിൽ ലിന്നിന്റെ കൈമിൽ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത ഒരു ഫോട്ടോ ഇല്ലേ, അതായത് യുഎ അവളുള്ളത്. ആ ഒരു ഫോട്ടോ നോക്കിയിട്ടാണെങ്കിൽ ഒരു പാസ്റ്റ് ആലോചിക്കൂ എന്നായിരിക്കും നമ്മളെ യുഎയും നമ്മളെ പെണ്ണും ഇങ്ങനെ കപ്പിളല്ലാന്നേ ഉള്ളൂ. അവർ രണ്ടാളും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. അതായത് നമ്മളെ പെണ്ണിന്റെ സീനിയർ ആയിരിക്കും നമ്മളെ യുഎ. ഇവർ രണ്ടാളും ഒപ്പരായിരിക്കും പാരീസിലുള്ള ടൈം വീട്ടിൽ ഇങ്ങനെ ഷെയർ ചെയ്യൂല, അങ്ങനെ ഷെയർ ചെയ്തിട്ട് ജീവിച്ചിട്ടുണ്ടാവുക. അത്രക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ ചൈനയിലേക്ക് തിരിച്ചിട്ട് അതായത് അവന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം ആയിരിക്കും അവരാണെങ്കിൽ ലാസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടാവുക. ആ ഒരു കാര്യം നമ്മളെ പെണ്ണിപ്പോ ആലോചിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ നേരെ പുറത്ത് വന്നിട്ട് നമ്മൾ യുഎന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ മിങ്ങാണെങ്കിൽ കാറും എടുത്തിട്ട് അവിടത്തേക്ക് വരുന്നുണ്ടാവും. അപ്പൊ അവനാണെങ്കിൽ ഇവരെ രണ്ടാളെയും കാണുന്ന ടൈം സൈലന്റ് ആയിട്ട് ക്ലാസ് താത്തിയിട്ട് അവരെന്നാ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഇതൊന്നും അറിയാണ്ട് നമ്മളെ യുഎനോടാണെങ്കിൽ പറയും നീ ഇങ്ങനെ അഭിനയിക്കണം, നിന്റെ പേര് പറഞ്ഞ ഇതെല്ലാം പറഞ്ഞതിന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അത് കേൾക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ മനസ്സിലാകും ഈ ഒരു ബഗിഡാണെങ്കിൽ ഇത്ര കാലം പറഞ്ഞത് മൊത്തം കള്ളത്രാന്ന്, ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ള കാര്യം. അതേ ടൈം യുഎ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും എന്നെ ഒരു പ്രൊട്ടക്ഷൻ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്ന ടൈം നീ എന്നോട് ചോദിക്കണ്ടേന്ന്. അതേ ടൈം അവളാണെങ്കിൽ പറയും എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതായിരിക്കും നമ്മളെ ചെക്കൻ കേൾക്കുന്നുണ്ടാവുക. ചെക്കനാണെങ്കിൽ ഭയങ്കര ഖുഷി എന്നെല്ലാം വെച്ചാൽ ഭയങ്കര ഖുഷിയായിരിക്കും. അങ്ങനെ നമ്മളെ പെണ്ണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് മേലെ പോകുന്ന ടൈം ആയിരിക്കും നമ്മളെ ചെക്കനും അവളെ കൂടെ ലിഫ്റ്റിൽ കയറുവേ. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കും നിന്റെ യുഎ ആണെങ്കിൽ ഇങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കോ. അവളാണെങ്കിൽ പറയും ഓഫ് കോഴ്സ് എന്ന് പറയേ. അതേ ടൈം അവനാണെങ്കിൽ ചിരിച്ചോടെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ ചോദിക്കും നീ അന്നേം കാട്ടി ഹാപ്പി ആണല്ലോ എന്നാ സംഭവം എന്ന് ചോദിക്കുവേ. അവനാണെങ്കിൽ പറയും ഒന്നുമില്ല, ഇത് നമ്മളെ കമ്പനിയിലത്തെ ഒരു കാര്യല്ലേ അതുകൊണ്ടാന്ന് പറയും. അവളാണെങ്കിൽ അത് വിശ്വസിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ സെന്നും മിങ്ങും ലിന്നും എല്ലാരും മേലെ എത്തുവേ. അതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ ലിന്നിനെ വിളിച്ചിട്ടാണെങ്കിൽ ചോദിക്കും നോക്ക് അവരെ കാണാൻ ഒരു ഓൾഡ് കപ്പിളിനെ പോലെ ഇല്ലേന്ന് ചോദിക്കുന്ന ടൈം ലിൻ അവരെ നോക്കിയേ. അതേ ടൈം നമ്മളെ സെന്നാണെങ്കിൽ യുഎനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടടിക്കുന്നതൊക്കെ ആയിരിക്കും കാണുന്നത്.
കാണുന്നുണ്ടാവുക. ഇതെല്ലാം കാണുന്ന ടൈം നമ്മൾ ലിന്നിനും അത്ര ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. അവളാണെങ്കിൽ നമ്മൾ യുഎനോടാണെങ്കിൽ പറയും, നിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ മേലെയുണ്ട്, നീ പോയിട്ട് നിന്റെ മേക്കപ്പ് ചെയ്തോന്ന് പറയൂ. അതേ ടീം യുഎ ആണെങ്കിൽ നമ്മൾ സെന്നിനോട് അവൻ്റെ കൂടെ പോകാൻ പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവരെ പിന്നാലെ തന്നെ നമ്മൾ മിങ്ങും പോകുന്നുണ്ടാവുമായിരിക്കും. അതെന്തിനാമോ പോയത്, ഞാൻ ഇങ്ങനെ നിനക്ക് പൗഡറിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്ന നമ്മൾ ലിന്നിനെ കാണിച്ചിട്ടായിരിക്കും ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ലിന്നിന് എന്തിനാമോ ഇത്രക്കാരും ദേഷ്യം പിടിക്കുന്നത്, എന്തെങ്കിലും കാരണം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം അതൊക്കെ ഒന്നും പറയണം. ബൈ 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 ബൈ.